നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞ വേദനയുള്ള ഒരു വാർത്തയാണ് കുണ്ടറയിലെ കസ്റ്റഡി മർദ്ദനം. അക്ഷരാർത്ഥത്തിൽ ആ വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. വളരെ നെഞ്ച് പിടയുന്ന തരത്തിലാണ് ആ പെൺകുട്ടി പോലീസിനോട് ആ ഒരു കാര്യം പറയുന്നത്. അതിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്തായാലും DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒന്നാണ് ഈ കസ്റ്റഡി മർദ്ദനമൊന്നും അനുവദിക്കില്ല, അത്തരത്തിലുള്ള സംഭവത്തിലേക്കൊന്നും കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ മാറുന്നത് തടയും എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഒരു വർഷം പോലും ആയില്ല, അതിനിടയിൽ ഒരു കസ്റ്റഡി മർദ്ദനം ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുള്ള ഒരു മരണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എന്തായാലും കൃത്യമായ ഒരു നടപടി പോലീസുകാർക്ക് ഒരു കടിഞ്ഞാണിടേണ്ടത് ആവശ്യമുണ്ട് എന്നത് വ്യക്തമാവുകയാണ്. ഇപ്പോൾ പോലീസ് പറയുന്നത് അത്തരത്തിൽ മർദ്ദിച്ചിട്ടില്ല എന്നാണ് സിയാദിനെ. പക്ഷേ പോലീസ് മർദ്ദനത്തിലാണ് ഇത്രയും ഒരു രൂക്ഷമായ സാഹചര്യത്തിലേക്ക് സിയാദ് പോയതെന്ന് ഉറ്റവരും പറയുന്നു. കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തിയെ ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ പിടികൂടുമ്പോൾ തന്നെ അയാളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിന് ഒരു കടിഞ്ഞാണിടേണ്ടിയിരിക്കുന്നു എന്നുകൂടി ഈ വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. കുറ്റം തെളിയിക്കാൻ ഇത്രമാത്രം കൂടുതൽ ഒരു ആക്രമണം നടത്തണോ, പോലീസ് അത്രയും ക്രൂരമായി ആക്രമിക്കണോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ സിയാദിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരിച്ചതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. സിയാദിൻ്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പോലീസുകാരൻ്റെ മർദ്ദനമേറ്റാണ് സിയാദിന് പരിക്കേറ്റതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. സംഭവത്തിൽ DYFI പ്രതിഷേധവുമായി കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. DYFI ഉപരോധിക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധം. പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റിപ്പോർട്ട് തേടിയത്. കൊല്ലം കുണ്ടറയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പോലീസിന്റെ ക്രൂരമർദ്ദനമാണ് സിയാദിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം പരാതിപ്പെട്ടു. സിയാദിന്റെ വാരിയെല്ല് പൊട്ടിയതായി ഡോക്ടർ അറിയിച്ചുവെന്ന് ഭാര്യയുടെ പരാതിയിലുണ്ട്. ജീപ്പിൽ കയറ്റുമ്പോൾ തന്നെ പോലീസ് മർദ്ദനം തുടങ്ങിയിരുന്നുവെന്ന് ഭാര്യ പറഞ്ഞു. അയൽവാസിയായ 13-കാരനെ കാണാനില്ലെന്ന പരാതിയിലാണ് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജൂൺ 16 രാത്രി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് സിയാദിനെ പിടിച്ചുകൊണ്ടുപോയി. സിയാദിനെ വിട്ടുകിട്ടാൻ ഭാര്യയും മകളും ജൂൺ 17 പുലർച്ചെ വരെ പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്നു. കാണാനില്ലെന്ന് കരുതിയ കുട്ടി പിറ്റേന്ന് രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് സിയാദിനെ പോലീസ് വിട്ടയച്ചത്. തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി ഭാര്യയോടും സുഹൃത്തിനോടും സിയാദ് പറഞ്ഞു. ശരീരമാസകല മർദ്ദനമേറ്റതിന്റെ കഠിന വേദനയുമായാണ് ആശുപത്രിയിലേക്ക് പോയത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് വാരിയെല്ല് തകർന്ന് ഇൻഫെക്ഷൻ ആയത് കണ്ടെത്തിയത്. തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കർശന നടപടികളിലൂടെ എത്രയും പെട്ടെന്ന് മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് നിലവിൽ ഉയരുന്നത്. രോഗിയാണ് താനെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് മർദ്ദിച്ചു, അല്ലെങ്കിൽ ആ ഒരു കാര്യം പോലും പോലീസ് കേട്ടില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നു, ഇത്രയും അതിക്രൂരമായി മർദ്ദിച്ച് വാഹനത്തിലിട്ട് മർദ്ദിക്കുന്നു. അത് മാത്രമല്ല വാരിയിൽ പൊട്ടുന്ന തരത്തിലുള്ള മർദ്ദനം ഉണ്ടാകുന്നു എന്നാണ് ആരോപണം. എന്തൊക്കെ തന്നെയായാലും മർദ്ദനമുണ്ടായി. എന്നിട്ട് പിറ്റേന്ന് ജൂൺ 16 രാത്രിയിൽ കസ്റ്റഡിയിലെടുക്കുന്നു, മർദ്ദനം നടത്തുന്നു. പിറ്റേന്ന് 17 എന്ത് കാര്യത്തിലാണോ അയാളെ പിടിച്ചുകൊണ്ട് പോയത് ആ കാര്യത്തിലൊരു മറുപടി ഉണ്ടാകും. അതായത് ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതാണ്. പിറ്റേന്ന് ആ കുട്ടി തിരിച്ചെത്തുന്നു. സിയാദിന് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ 17 വിട്ടയക്കുകയാണ്. അതായത് ഇത്രയും അടിച്ചത് അപ്പോൾ എന്തിനായിരുന്നു? ഇതിൽ ഒരു പങ്കുമില്ലാത്തൊരു വ്യക്തിയെ പിടിച്ച് പോലീസ് എന്തിനാണ് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതായത് കുറ്റം തെളിയിക്കാൻ അല്ലെങ്കിൽ ആരോപണ മാത്രമായി നിൽക്കവേ അതിക്രൂരമായി മർദ്ദിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് തലമുറ കൈമാറി വരുന്നൊരു വാചകമാണ്. ഇതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ലാതെ പോവുകയാണ്. എന്തായാലും ഒരു വ്യക്തിയെ പിടികൂടിയൊന്ന് അതിക്രൂരമായി മർദ്ദിക്കുന്ന പോലീസിൻ്റെ ഈ പ്രവണതയെ തീർത്തും കടിഞ്ഞാണിടേണ്ട ആവശ്യകത കൂടി ഈ സംഭവത്തിലൂടെ പുറത്തു വരികയാണ്. എന്തായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയുടെ റിപ്പോർട്ട് തേടി. സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മന്ത്രി PC വിഷ്ണുനാഥ് സിയാദിന്റെ വീട് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദിച്ചിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക നിഗമന പ്രകാരം സിയാദിന് ഹെപ്പറ്റൈറ്റിസ് B ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ വാദം. അന്തിമ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം മന്ത്രി PC വിഷ്ണുനാഥ് കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ചിരുന്നു.
കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. മരണപ്പെട്ട സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിയാദിന്റെ പിതാവുമായി സംസാരിച്ചു. കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൗരവത്തോടെ തന്നെ കാണും. മകന്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ അറിവിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കില്ല. യുവാവ് മരിച്ചെന്ന ആരോപണത്തിൽ ആഭ്യന്തരമന്ത്രി DGPയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ നേരത്തെ പരാതി ഉന്നയിച്ചിട്ടുള്ളതാണെന്നും പി.സി. വിഷ്ണുനാഥ് ചൂണ്ടിക്കാട്ടി. വി.ഡി. സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സ്വീകരണ ഘട്ടത്തിൽ കൊല്ലം DCCയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന രഘു പാണ്ഡവപുരത്തെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ കേസിലും ആരോപണ വിധേയനായ SI അതുൽ. രഘുവിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്ന സാഹചര്യം അന്നുണ്ടായി. അന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തിയതാണ്. കാട്ടുനീതി നടപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ലെന്നും മന്ത്രി ആവർത്തിച്ചു. അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നത് ഉചിതമല്ലെന്നും പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. മാത്രമല്ല, ആരോപണ വിധേയനായ CPOയെ സിയാദിന്റെ മകൾ വിളിച്ച് സംസാരിക്കുന്ന ശബ്ദരേഖ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അന്ന് സാറുമാരോട് എല്ലാവരോടും ഞാൻ പറഞ്ഞതല്ലേ പപ്പയ്ക്ക് വയ്യാത്തതാണെന്ന്. സാർ അവിടെ ഇട്ട് ഇടിച്ചെന്ന് വന്നേ പപ്പ പറഞ്ഞിരുന്നു. സാറാണ് ഇടിച്ചതെന്നും പറഞ്ഞു. ഇപ്പോൾ എൻ്റെ പപ്പ പോയി ആശുപത്രിയിൽ പോയപ്പോൾ ആരാ ഇടിച്ചതെന്ന് ചോദിച്ചു. നട്ടല് മൊത്തം പഴുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പോയി. അന്ന് സാറിനോട് ഞാൻ 100 വട്ടം പറഞ്ഞത് ആ വയ്യാത്ത ആളാണെന്ന് എന്നായിരുന്നു സിയാദിൻ്റെ മകൾ കരഞ്ഞുകൊണ്ട് പോലീസുകാരനോട് പറഞ്ഞത്. നമ്മുടെ നെഞ്ചുലയ്ക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത്. ആ ഫോൺ സംഭാഷണത്തിലേക്ക് കൂടി. ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിനെ ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു. ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആന്നോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്താ കാര്യം പറയുന്നത്? തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ. പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക